ഹലോ, നമുക്കിന്ന് ഓണം സദ്യ സ്പെഷ്യലായിട്ടുള്ള പൈനാപ്പിൾ മധുരക്കറി ഉണ്ടാക്കാം കേട്ടോ. മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള പൈനാപ്പിൾ മധുരക്കറി ഇല്ലേ, അതുണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 kg ഉള്ള പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രഷർ കുക്കറിലാണ് ആദ്യം കുക്ക് ചെയ്തെടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനാപ്പിളിന് ഇത്തിരി വേവ് കൂടുതലാണ്. നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ വെച്ചിട്ട് ഇത്തിരി വേവ് കൂടുതൽ പൈനാപ്പിളിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുക്കറിൽ കുക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 4 to 5 വിസിൽ വരെ നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും, എന്നാലേ നമ്മുടെ പൈനാപ്പിളൊന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, പൈനാപ്പിളിൽ വെള്ളം ഉണ്ടാകും, അത് കൂടാതെ ഞാനൊരു ഏകദേശം 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 4 to 5 വിസിൽസ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ടാകും. അതിനുശേഷം നിങ്ങൾ തുറന്ന് നോക്കാം കുക്കർ വെന്തിട്ടുണ്ടോയെന്ന്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടി അടിക്കാം. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പേസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി നാളികേരത്തിൻ്റെ തേങ്ങ ചിരുകിയത് എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയുടെ അരമുറി നാളികേരം ചിരുകിയത് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് 1 ടീസ്പൂൺ ജീരകവും 2 എരിവുള്ള പച്ചമുളകും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തൈരിൽ തന്നെയാണിത് അരച്ചെടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കറിയിൽ വെള്ളം കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഞാൻ തൈരിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 to 4 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അരിഞ്ഞു വരാനുള്ള തൈര്, അതായത് കട്ടത്തൈരായിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കുറേ ആയിട്ട് തോന്നുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാനിത് അരച്ചിട്ട് വരാം. അപ്പോൾ ഒരു 4 വിസിൽ കഴിഞ്ഞ് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 1 ടീസ്പൂൺ പൈനാപ്പിൾ എടുത്തിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് പൈനാപ്പിളിൻ്റെ നമ്മുടെ കറിയിലേക്ക് കിട്ടും. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം കൽച്ചട്ടിയിലേക്ക് ബാക്കി വെന്ത പൈനാപ്പിളും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത ശേഷം ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇടുന്നവരും ഉണ്ട്. ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മൂടി ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. ആ ഫ്ലേവറൊക്കെ അതിനകത്തേക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അഞ്ച് മിനിറ്റിന് ശേഷം ഞാനത് തുറന്ന് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ സ്മൂത്ത് പേസ്റ്റ്, തേങ്ങയുടെ പേസ്റ്റ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയും നമ്മുടെ പൈനാപ്പിളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരക്കറി. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഇതിൻ്റെ ഉപ്പും മധുരവും ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സദ്യയിൽ അതേപോലെ തന്നെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ചുകൂടി തൈര്, ഒരു 2 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ട് അപ്പോൾ അത് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള 1 കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറുത്ത കളറുള്ള മുന്തിരിയാണെങ്കിൽ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും നമ്മുടെ കറിയിൽ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറി സെറ്റാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു എല്ലാ പരിപാടിയും. വിത്തിൻ 10 മിനിറ്റ്സ് കുക്കറിൽ കുക്ക് ചെയ്യാനായിട്ട് ഒരു 5 to 6 മിനിറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ അരപ്പ് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 10 to 15 മിനിറ്റിൽ നമ്മുടെ കറി സെറ്റാണ്. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന്
ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വറുത്തിടാം കേട്ടോ. വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും ആവശ്യത്തിന് വേപ്പിലയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിയിലൊരു ഫിനിഷിങ്ങിന് നല്ല കളർ കിട്ടും അത്. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ഫ്രം M4 Foodie.